നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം വീണ്ടും ശക്തമായിരിക്കുന്നു. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായും ഹിസ്ബുള്ള കമാൻഡർമാരെ ലക്ഷ്യമിട്ടതായും ഇസ്രയേൽ അവകാശപ്പെട്ടു. ദീർഘനാളായി തുടരുന്ന സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനം വരുത്തി സമഗ്രമായ വെടിനിർത്തൽ നടപ്പാക്കാൻ ഇസ്രയേലും ലെബനനും ധാരണയിൽ എത്തിയിരുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. എന്നാൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തിയാൽ മാത്രമേ വെടിനിർത്തൽ പൂർണ്ണതോതിൽ നടപ്പിലാക്കൂ എന്ന് ഇസ്രയേൽ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇസ്രയേൽ ലെബനൻ സമാധാന കരാർ സായുധ സംഘടനയായ ഹിസ്ബുള്ള തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇസ്രയേലും ലെബനനും തമ്മിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി അവഗണിക്കുകയാണെന്നും അപമാനകരമായ കരാറിനെ ലെബനൻ ജനത തള്ളുമെന്നുമാണ് ഹിസ്ബുള്ള നേതൃത്വത്തിന്റെ പ്രഖ്യാപനം. US പിന്തുണയോടെയുള്ള ഈ കരാർ തികച്ചും അപമാനകരമാണെന്നാണ് ഹിസ്ബുള്ള മേധാവി നെയിം ഖാസിം വ്യക്തമാക്കിയത്. ഇസ്രയേൽ പൂർണ്ണമായി പിന്മാറാതെ യാതൊരു കരാറും അംഗീകരിക്കില്ല എന്നതാണ് സംഘടനയുടെ നിലപാട്. കരാർ സംബന്ധിച്ച ചർച്ചകൾ തികച്ചും നിരർത്ഥകവും ലെബനനെ അപമാനിക്കുന്നതുമാണ്. ഭൂരിഭാഗം ലെബനൻ ജനതയും ഈ വ്യവസ്ഥകളെ പൂർണ്ണമായി തള്ളിക്കളയുന്നതായും ഹിസ്ബുള്ള മേധാവി നയീം ഖാസിം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഈ സംഘർഷം ലെബനനിൽ വലിയ മനുഷ്യാവകാശ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ ലെബനനിലേക്കുള്ള സഹായ അഭ്യർത്ഥന വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ലെബനനിൽ ഹിസ്ബുള്ള അംഗങ്ങൾക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് പൈലറ്റ് സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കും എന്ന വ്യവസ്ഥയോടെയാണ് ഇസ്രയേലും ലെബനനും വെടിനിർത്തൽ പുതുക്കാൻ തീരുമാനിച്ചത്. ഇതോടൊപ്പം ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും കരാർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഔദ്യോഗിക ചർച്ചകളുടെ ഭാഗമല്ലാതിരുന്ന ഹിസ്ബുള്ള ഈ വ്യവസ്ഥകളെ കടുത്ത ഭാഷയിലാണ് നേരിട്ടത്. ഈ താൽക്കാലിക വെടിനിർത്തൽ എന്നത് ഹിസ്ബുള്ള പൂർണ്ണമായി കീഴടങ്ങുന്നതിനു തുല്യമാണെന്ന് നയീം ഖാസിം പറയുന്നു. ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നും തെക്കൻ ലെബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറില്ല എന്നും നയീം ഖാസിം വ്യക്തമാക്കുന്നു. താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ഹിസ്ബുള്ള പ്രതിനിധികളുമായും സംസാരിച്ചുവെന്നും ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ലെബനനിൽ ഒടുവിൽ സമാധാനം പുലരുന്നത് കാണാൻ സാധിച്ചാൽ അത് വളരെ നന്നായിരിക്കും. എത്രയോ വർഷങ്ങളായി അവർ ആക്രമണങ്ങൾ നേരിടുന്നു. എപ്പോഴും ഒരു ഇരയെപ്പോലെയാണ് അവർ കഴിഞ്ഞത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സൈന്യം ശക്തമായ കടന്നുകയറ്റവും കരയുദ്ധവും തുടരുകയാണ്. ലെബനനിലെ ലിറ്റാനി നദി വരെയുള്ള പ്രദേശങ്ങൾ നിലവിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഹിസ്ബുള്ളയുടെ അധീനതയിലുള്ള നബാത്തിയ നഗരത്തിനു സമീപവും ബെക്ക താഴ്വരയിലും കനത്ത ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിർത്തി കടന്നുള്ള ഹിസ്ബുള്ളയുടെ കനത്ത റോക്കറ്റ് ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രയേൽ സേന കൂടുതൽ ശക്തിയോടെ ലെബനനിലേക്ക് പ്രവേശിച്ചതും ആക്രമണം ശക്തമാക്കിയതും. അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തലിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ദഹിയയിൽ ആക്രമണം നടത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകി. വടക്കൻ ഇസ്രയേലിനു നേരെ ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ തിരിച്ചടിയിൽ 2 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടു. ഇനി ഹമാസിനേക്കാൾ പേടിക്കേണ്ടത് ഹിസ്ബുള്ളയെയാണെന്ന് ഇസ്രയേലിന് നന്നായി അറിയാം. അതിനാൽ താൽക്കാലികമായി നിർത്തിവെക്കുകയല്ലാതെ ലെബനനു നേർക്കുള്ള സൈനിക നടപടി റദ്ദാക്കാൻ ഇസ്രയേലിനാവില്ല. പക്ഷെ അതോടെ ലെബനനെ മറ്റൊരു ഗാസയാക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുള്ള കൂട്ട നിലവിളികളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഇസ്രയേലിന് അവരുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം. മറ്റൊരു ഗാസയാക്കാനല്ല, തീവ്രവാദികളെ തുടച്ചു നീക്കാനാണ് ഇസ്രയേൽ ലെബനനെ ആക്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്ക വലിയ സമ്മർദ്ദത്തിലാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടുതൽ വ്യാപിക്കാതിരിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള ചർച്ചകൾക്ക് അമേരിക്ക മധ്യസ്ഥത വഹിച്ചുവെങ്കിലും ഹിസ്ബുള്ളയുടെ എതിർപ്പ് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ലെബനനിലേക്കുള്ള ഇസ്രയേൽ ആക്രമണത്തെ നിശിതമായ ഭാഷയിൽ ട്രംപ് വിമർശിച്ചിരുന്നു. ലെബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിവരുന്നതിനിടെ ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് വളരെ ക്ഷുഭിതനായി സംസാരിച്ചു. ലെബനനിലെ ആക്രമണത്തെ തുടർന്ന് US-ഉമായുള്ള ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുകയാണെന്ന് ഭീഷണി മുഴക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ സംഭാഷണം നടന്നത്. ഇതിന് പിന്നാലെയാണ് വെടിനിർത്തൽ കരാറും ഉണ്ടായത്. സംഭാഷണം ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് ഭ്രാന്താണ്. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണം ലോകം മുഴുവൻ ഇപ്പോൾ ഇസ്രയേലിനെ വെറുക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് കടുത്ത ഭാഷയിൽ ശാസിച്ചത് ഇങ്ങനെയാണ്:
ഇതിന് കാരണമാക്കിയതാവട്ടെ ഇസ്രയേലിന്റെ ലെബനൻ ആക്രമണവും. അമേരിക്ക പോലും എതിർത്തിട്ടും ലെബനനിലുള്ള സൈനിക നടപടിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇസ്രയേൽ കൂട്ടാക്കുന്നില്ല. ഇസ്രയേൽ സൈന്യം നിലവിൽ തെക്കൻ ലെബനനിലെ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അതിശക്തമായ കരയുദ്ധവും അധിനിവേശവും നടത്തുന്നത്. അതിർത്തി കടന്നുള്ള സൈനിക മുന്നേറ്റത്തിലൂടെ ലെബനന്റെ ആകെ ഭൂപ്രദേശത്തിന്റെ 1/5 ഭാഗത്തോളം ഇസ്രയേൽ സൈന്യം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. തെക്കൻ ലെബനനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ 900 വർഷം പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ബ്യൂഫോർട്ട് കോട്ടയും അത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളും ഇസ്രയേൽ സൈന്യം പിടിച്ചെടുക്കുകയും അവിടെ ഇസ്രയേൽ പതാക നാട്ടുകയും ചെയ്തു. 1/4 നൂറ്റാണ്ടിനിടയിൽ ലെബനന്റെ ഇത്രയും ഉള്ളിലേക്ക് ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും വലിയ അധിനിവേശമാണ് ഇത്. ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ താവളങ്ങളിലൊന്നായ നബാത്തിയ നഗരത്തിന്റെ അതിർത്തികളിലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ കടന്നുകയറി നിലയുറപ്പിച്ചിരിക്കുകയാണ്. മുമ്പ് ലിറ്റാനി നദിക്ക് തെക്കുള്ള പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആക്രമണം ഇപ്പോൾ അതിനുമപ്പുറം സഹ്റാനി നദി വരെയുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അവിടങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഷെബാഹേസ്, വാദി അൽ സുലൂഖി അതിർത്തി മലനിരകളിലൂടെയാണ് ഇസ്രയേലിന്റെ പ്രധാന കരസേനാ ഡിവിഷനുകൾ ലെബനൻ മണ്ണിലേക്ക് മുന്നേറിയത്. നേരത്തെ ഇസ്രയേൽ വ്യോമാക്രമണവും ശക്തമാക്കിയിരുന്നു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ദാഹിയയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. തെക്കൻ തീരദേശ നഗരമായ ടയറിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രയേൽ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും നിരന്തരമായി ബോംബാക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ആശുപത്രികൾക്ക് സമീപവും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. കിഴക്കൻ ലെബനനിലെ ബെക്ക വാലിയിലെ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും ശക്തമായ വ്യോമാക്രമണങ്ങൾ നടക്കുന്നു. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയെ അതിർത്തിയിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ ടാങ്കുകളും കമാൻഡോകളും തെക്കൻ ലെബനന്റെ ഹൃദയഭാഗങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ആക്രമണം തുടരുകയാണ്. ഇറാനെ പിന്തുണച്ച് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ കഴിഞ്ഞ മാർച്ചിൽ ലെബനനെതിരെ തിരിഞ്ഞത്. പിന്നീട് ഇരുപക്ഷവും തമ്മിൽ സംഘർഷം രൂക്ഷമായി. തുടർന്ന് ലെബനനിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയില്ലെങ്കിൽ അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിനെയും തങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. തുടർന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തു. ഇതോടെ ഒരു പ്രധാന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 3 സാധ്യതകളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്നാമത്തെ സാധ്യത അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പുതിയ ചർച്ചകൾ നടക്കുകയും ഇരുപക്ഷവും ഒരു പുതിയ വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയും ചെയ്യാം. രണ്ടാമത്തെ സാധ്യത ഇപ്പോഴുള്ള ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാകുകയും ലെബനൻ ഇസ്രയേൽ അതിർത്തിയിൽ വലിയ യുദ്ധത്തിന് വഴിയൊരുങ്ങുകയും ചെയ്യാം. മൂന്നാമത്തേതും ഏറ്റവും ആശങ്കാജനകവുമായ സാധ്യത ഇറാൻ നേരിട്ട് കൂടുതൽ ഇടപെടുകയും സംഘർഷം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്യുന്നതാണ്. ഇതിനുള്ള മുന്നറിയിപ്പുകൾ ഇതിനകം തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. യുദ്ധത്തിന്റെ മാനുഷിക പ്രത്യാഘാതവും അതീവ ഗുരുതരം തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതത്തിലായിട്ടുണ്ട്. സഹായധനം ഇരട്ടിയാക്കേണ്ട സാഹചര്യം പോലും രൂപപ്പെട്ടിട്ടുണ്ട്. ലെബനനും ഇസ്രയേലും തമ്മിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷങ്ങൾക്ക് ദീർഘമായ ചരിത്രവുമുണ്ട്. ഈ മേഖലയിലെ പ്രധാന യുദ്ധങ്ങളും സൈനിക നീക്കങ്ങളും ഇവയാണ്. 1948 അറബ് ഇസ്രയേൽ യുദ്ധം. ഇസ്രയേൽ രാജ്യം രൂപീകൃതമായതിനെ തുടർന്ന് നടന്ന യുദ്ധത്തിൽ ലെബനൻ പങ്കെടുത്തിട്ടുണ്ട്. യുദ്ധത്തിനു ശേഷം ആയിരക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികൾ ലെബനനിലാണ് അഭയം പ്രാപിച്ചത്. 1978 ഓപ്പറേഷൻ ലിറ്റാനി, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLOയുടെ ലെബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇസ്രയേൽ തെക്കൻ ലെബനൻ കയ്യേറി. പിന്നീട് UN ഇടപെട്ട് ഇസ്രയേൽ പിൻവാങ്ങി UN സമാധാന സേനയെ അവിടെ വിന്യസിക്കുകയും ചെയ്തു. പിന്നീട് 1982 ലെബനൻ യുദ്ധമുണ്ടായി. PLOയെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ ഇസ്രയേൽ ലെബനനിലേക്ക് വൻതോതിൽ അധിനിവേശം നടത്തി ബെയ്റൂട്ട് വരെ എത്തി. ഈ യുദ്ധത്തിന്റെയും ഇസ്രയേൽ അധിനിവേശത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഷിയ മുസ്ലിം സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള രൂപീകൃതമായത്. 1985 മുതൽ 2000 വരെ സുരക്ഷാ മേഖലയായിരുന്നു. 85 ഇസ്രയേൽ ഭാഗികമായി പിൻവാങ്ങി. എങ്കിലും തെക്കൻ ലെബനനിൽ ഒരു സുരക്ഷാ മേഖല നിലനിർത്തി. ഹിസ്ബുള്ളയുടെ ശക്തമായ ഗറില്ല ആക്രമണങ്ങളെ തുടർന്ന് 2000 മെയ്യിൽ ഇസ്രയേൽ സൈന്യം ഇവിടെ നിന്നും പൂർണ്ണമായി പിൻവാങ്ങി. തുടർന്ന് ഐക്യരാഷ്ട്രസഭ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ബ്ലൂ ലൈൻ അതിർത്തി നിശ്ചയിച്ചു. 2006 രണ്ടാം ലെബനൻ യുദ്ധം നടന്നു. 2 ഇസ്രയേൽ സൈനികരെ ഹിസ്ബുള്ള തടവിലാക്കിയതിനെ തുടർന്ന് 34 ദിവസം നീണ്ടുനിന്ന ശക്തമായ യുദ്ധം. UN സുരക്ഷാ കൗൺസിലിന്റെ 1701 പ്രമേയപ്രകാരമാണ് ഈ യുദ്ധം അവസാനിച്ചത്. ലിറ്റാനി നദിക്ക് തെക്കോട്ടുള്ള ഹിസ്ബുള്ള സൈന്യത്തെ വിന്യസിക്കരുത് എന്നതായിരുന്നു പ്രധാന വ്യവസ്ഥ.
2023 മുതൽ തുടരുന്ന ഈ സംഘർഷം ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം ആരംഭിച്ചു. ഇതിന് മറുപടിയായാണ് ഇസ്രയേൽ ഇപ്പോൾ ലെബനനിൽ വീണ്ടും നേരിട്ടുള്ള കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ജൂൺ ആദ്യവാരം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ഇസ്രയേലും ലെബനൻ ഗവൺമെന്റും ഭാഗിക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ഇരുപക്ഷത്തു നിന്നും കനത്ത ആക്രമണങ്ങൾ ഉണ്ടാകുകയും കരാർ ലംഘിക്കപ്പെടുകയും ചെയ്തു. 2026 മാർച്ചിൽ സംഘർഷം വീണ്ടും കടുത്തു. അതിനുശേഷം ലെബനനിൽ ഇതുവരെ 3500-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ലെബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. ഇസ്രയേൽ ഭാഗത്ത് 30ഓളം സൈനികർക്കും ജീവൻ നഷ്ടമായി. ഈ വെടിനിർത്തൽ ചർച്ചകളിൽ തങ്ങൾ ഭാഗമല്ലെന്ന് വ്യക്തമാക്കിയ ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം ഇസ്രയേലിന്റെ വ്യവസ്ഥകളെല്ലാം തള്ളിക്കളഞ്ഞു. ഇസ്രയേൽ സൈന്യം ലെബനനിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാതെയും സമഗ്രമായ വെടിനിർത്തൽ ഇല്ലാതെയും ആക്രമണം നിർത്തില്ല എന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു. ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് തങ്ങളുടെ പൗരന്മാർക്ക് നേരെ ഹിസ്ബുള്ള ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ലിറ്റാനി നദിക്ക് വടക്കുള്ള 3 ഗ്രാമങ്ങളിൽ അടിയന്തരമായി ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം ലെബനൻ ജനതയ്ക്ക് പുതിയ നിർദ്ദേശം നൽകി. അതിനാൽ ഹിസ്ബുള്ളയുടെ പുതിയ തീരുമാനം പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇസ്രയേൽ എന്ത് തീരുമാനമെടുക്കും? അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിക്കുമോ?